നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്, ലോകത്ത് എല്ലായിടത്തും ദിനരാത്രങ്ങൾ ഒരുപോലെയാണോ? ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് രാത്രിയും പകലും ഒരുപോലെയാണോ എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം എന്നറിയപ്പെടുന്നത് 24 മണിക്കൂറാണ്. അതായത് 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും. ചില മാസങ്ങളിൽ രാത്രിയുടെയും പകലിന്റെ ദൈർഘ്യത്തിന് വ്യത്യാസം വന്നേക്കാം. നമുക്കറിയാം, മറ്റ് രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങൾക്കും 2 മണിക്കൂർ 5 മണിക്കൂർ ഇങ്ങനെ സമയവ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നോക്കുന്നുണ്ട്, രാത്രിയും പകലിന്റെ ദൈർഘ്യ വ്യത്യാസം ഉണ്ട്. കാരണം ഇവിടെ ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രി. അങ്ങനെ പകലിന്റെ വ്യത്യാസം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ മാസങ്ങളോളം രാത്രിയും മാസങ്ങളോളം പകലും ആണ് കണ്ടുവരുന്നത്. അത്തരം പ്രദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. യൂറോപ്യൻ വൻകരയ്ക്ക് വടക്ക് നോർവേയ്ക്കും ഉത്തര ധ്രുവത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സാൽബോർഡ് എന്നറിയപ്പെടുന്ന ദ്വീപിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ വേനൽക്കാലത്ത് മുഴുവനും സൂര്യൻ ഉദിച്ചു നിൽക്കുകയും, അതായത് അന്ന് ആ വേനൽക്കാലത്ത് രാത്രി വരുന്നില്ല, ശീതകാലത്ത് മുഴുവനും സൂര്യൻ അസ്തമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അതായത് ഈ സാൽബോർഡ് ദ്വീപിലെ ചില പ്രദേശങ്ങളിൽ 99 ദിവസം പകലും 84 ദിവസം രാത്രിയുമായിരിക്കും. 99 ദിവസം പകലെന്ന് പറഞ്ഞാൽ ആ 99 ദിവസം രാത്രിയില്ല, പകൽ മാത്രമായിരിക്കും. 84 ദിവസം രാത്രി, 84 ദിവസം രാത്രി മാത്രമായിരിക്കും, പകലില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഈ സാൽബോർഡ് ദ്വീപിലെ മറ്റു ചില പ്രദേശങ്ങളിൽ 141 ദിവസം പകലും 128 ദിവസം രാത്രിയും ആയിരിക്കും. ഇതാണ് ഈ ദ്വീപിന്റെ ദിനരാത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം 3 മാസത്തോളം പകലും 3 മാസത്തോളം രാത്രിയും തുടർച്ചയായി നിലനിൽക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ പൂർണ്ണചന്ദ്രന്റെ നിലാവെളിച്ചം ഉള്ളതുകൊണ്ട് രാത്രി മനോഹരമാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവി എന്ന് പറഞ്ഞാൽ ഹിമക്കരടിയാണ്. ഇവിടുത്തെ ജനസംഖ്യയെക്കാളും കൂടുതലും ഹിമക്കരടികളാണ്. ജനസംഖ്യ 2350 ഇവിടുത്തെ ജനസംഖ്യ. എന്നാൽ 3000-ഓളം ഹിമക്കരടികൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ ധ്രുവപ്രദേശങ്ങൾ അടുക്കുംതോറും ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങൾ അടുക്കുംതോറുമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ രാത്രിക്കും പകലിനും വളരെയധികം ദൈർഘ്യ വ്യത്യാസമുണ്ടെന്നാണ് കാണുന്നത്. ഞാൻ അതിലെ ഒരു പ്രദേശം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ സാർബോഡിയൻ ദ്വീപിലേക്ക് പോകുന്നതിന് ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് വിസയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ നോർവീജിയൻ മെയിൻലാൻഡ് വഴി വേണം ഈ സാർബോഡിയൻ ദ്വീപിലേക്ക് പോകാൻ. നോർവീജിയൻ മെയിൻലാൻഡ് വിസ നമുക്ക് ഇവിടേക്ക് പോകുന്നതിന് ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നു. നന്ദി, നമസ്കാരം.